പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഷെക്കൈന അമേരിക്കാസിൻ്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി ആകർഷിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ ഈ എപ്പിസോഡിൽ സഹനം എന്ന ഒരു വലിയ വിഷയം ചുരുങ്ങിയ സമയം കൊണ്ട് ധ്യാനിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സഹനം പാപത്തിൻ്റെ ശിക്ഷയാണ് എന്നാണ് മാനുഷികമായ കാഴ്ചപ്പാട്. പഴയ നിയമവചനങ്ങളും അതിനെ സാധൂകരിക്കുന്നതുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ആദിമാതാപിതാക്കൾ പാപം ചെയ്തപ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് സഹനം കടന്നു വന്നത്, അവർക്ക് പറുദീസ നഷ്ടമായത്, അവർ മരണത്തിന് അധീനരായി തീർന്നത് എന്ന് നമുക്കറിയാം. അതുപോലെ ജ്ഞാനത്തിൻ്റെ പുസ്തകം 2:24 പറയുന്നു, ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല, പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ഭൂമിയിലേക്ക് പ്രവേശിച്ചു എന്ന്. അപ്പോൾ പിശാചിൻ്റെ പ്രലോഭകൻ്റെ പ്രേരണയാലെ പാപം മൂലം മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മത്തായി സുവിശേഷം 9:2 ഈശോയുടെ പക്കൽ ഒരു തളർവാദ രോഗിയെ കൊണ്ടുവരുന്നുണ്ട്. അവരെ ഓടൊക്കെ ഇളക്കി ആ തളർവാദ രോഗിയെ കട്ടിലോടെ ഈശോയുടെ അടുത്തേക്ക് ഇറക്കിയപ്പോൾ ഈശോ പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവൻ്റെ രോഗവും സുഖപ്പെട്ടു. അതിൻ്റെ അർത്ഥം പാപം മൂലം രോഗം വരും, സഹനം വരും എന്ന് തന്നെയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 20:5 ദൈവം അരുളി ചെയ്യുന്നു, മാതാപിതാക്കളുടെ തെറ്റിന് 3ഉം 4ഉം തലമുറകളെ വരെ ഞാൻ ശിക്ഷിക്കും. അത് കുറച്ച് കടുപ്പമാണെന്ന് തോന്നും. കാരണം മാതാപിതാക്കളുടെ തെറ്റിന് മക്കളെ ശിക്ഷിക്കുക, പക്ഷേ മാതാപിതാക്കളുടെ സൽപ്രവൃത്തികൾക്ക് 1000 തലമുറ വരെ ഞാൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞവനാണ് അങ്ങനെ പറഞ്ഞത്. 3ഓ 4ഓ 2ഓ എന്ന് കൂടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യം നല്ലൊരു ഉദാഹരണമാണ്. അവർ ദൈവം തെരഞ്ഞെടുത്ത ജനം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ആ ജനം ഇതാ മരുഭൂമിയിലൂടെ 40 ദിവസം കൊണ്ട് എത്തിച്ചേരാവുന്ന വാഗ്ദത്ത ദേശത്തേക്ക് എത്തുവാൻ 40 സംവത്സരങ്ങൾ മരുഭൂമിയിലൂടെ ചുറ്റിക്കറങ്ങി അവർ പരിശീലിപ്പിക്കപ്പെട്ടു. അപ്പോൾ അവരുടെ പാപമായിരുന്നു, അവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞതായിരുന്നു അവർക്ക് ഇങ്ങനെ ഒരു പരിശീലനം, ശിക്ഷണം ആവശ്യമായി വന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 9:2 ഒരു അന്ധനായ വ്യക്തിയെ കാണിച്ചുകൊണ്ട്, ഒരു പിറവി കുരുടനെ കാണിച്ചുകൊണ്ട് ശിഷ്യന്മാർ ഈശോയോട് പറഞ്ഞു, ഇവൻ അന്ധനായിരിക്കുന്നത് ഇവൻ്റെ പാപം മൂലമാണോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമാണോ? പാപം മൂലമാണെന്നുള്ളത് അവർക്ക് സംശയമില്ല. പക്ഷേ ഇവൻ്റെ പാപം മൂലമാണോ? കാരണം ഇവൻ ജനിച്ചപ്പോഴേ അന്ധനാണ്, അപ്പോൾ മാതാപിതാക്കളുടെ പാപമായിരിക്കുമോ? പക്ഷേ ഈശോയുടെ മറുപടി അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഇവൻ അന്ധനായിരിക്കുന്നത് ഇവൻ്റെ പാപം മൂലമോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമോ അല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിലൂടെ വെളിപ്പെടുത്തേണ്ടതിനാണ്. അപ്പോൾ അങ്ങനെയൊരു സഹനമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചത് ഈശോ തന്നെയാണ്. പാപത്തിൻ്റെ ശിക്ഷയായുള്ള സഹനം, അതുകൂടാതെ രക്ഷാകരമായ ഒരു സഹനമുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഈശോയുടെ സഹനം തന്നെയാണ്. ഈശോ സഹിച്ചത്, പീഡകൾ സഹിച്ചത്, കുരിശിൽ മരിച്ചത്, അതൊരിക്കലും ഒരു പാപത്തിൻ്റെ ശിക്ഷയല്ല എന്ന് നമുക്കറിയാം. പ്രത്യുത അത് മനുഷ്യകുലത്തെ പാപത്തിൽ നിന്നും അതിൻ്റെ ശിക്ഷയായ മരണത്തിൽ നിന്നും മോചിപ്പിച്ച് നിത്യജീവന് അർഹരാക്കേണ്ടതിനു വേണ്ടിയാണ് ഈശോ സഹിക്കുകയും മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. എല്ലാ സഹനങ്ങളും പാപത്തിൻ്റെ ശിക്ഷയല്ല, രക്ഷാകരമായ സഹനവുമുണ്ട്. ആ രക്ഷാകരമായ സഹനത്തെക്കുറിച്ചാണ്, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ക്രൈസ്തവ സഹനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ധ്യാനിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 18:11 യേശുവിൻ്റെ മനോഭാവം എന്താണെന്ന് വ്യക്തമാക്കുന്നു. എൻ്റെ പിതാവ് എനിക്ക് തന്ന ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? അതെ, ഈശോ ആ കുരിശിനെ കണ്ടത് ഇത് യൂദന്മാരെനിക്ക് തന്ന കുരിശാണ്, ഈ പീലാത്തോസ് എനിക്ക് തന്ന കുരിശാണ് എന്നല്ല. പ്രത്യുത എൻ്റെ പിതാവ് എനിക്ക് തന്ന ഈ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? അപ്പോൾ നമുക്ക് ഈശോയെ പോലെ സഹനത്തെ പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് സാധിക്കണം. ലൂക്കാ 9:23 യേശു അരുളി ചെയ്യുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ.
അപ്പോൾ ഈശോ നമുക്ക് നൽകുന്ന സമ്മാനമാണ് കുരിശ്. ശാപത്തിൻ്റെ അടയാളമായിരുന്ന കുരിശിനെ ഈശോ രക്ഷയുടെ അടയാളമാക്കി മാറ്റി. എന്തിന് ദൈവം സഹനം അനുവദിക്കുന്നു? അതിൻ്റെ ഉത്തരം അപ്പസ്തോല പ്രവർത്തനം 17:27 അത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടി അത്രേ. അതെ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് രക്ഷാകരമായ സഹനം അനുവദിക്കുന്നത് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുവാൻ വേണ്ടിയും അവിടുത്തെ കണ്ടെത്താൻ വേണ്ടിയുമാണ്. ജോബിൻ്റെ പുസ്തകം 42:5 വലിയ വർണ്ണനാതീതമായ സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ജോബ് പറയുകയാണ്, ഞാൻ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ ദൈവത്തെ കാണുന്നു. എപ്പോൾ? സഹനത്തിലൂടെ കടന്നുപോയപ്പോഴാണ് ജോബ് അത് പറയുന്നത്. പ്രധാനമായും സഹനം ദൈവം അനുവദിക്കുന്നത് നമ്മുടെ വിശുദ്ധീകരണത്തിനു വേണ്ടിയാണ്. നമ്മുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി ദൈവം സഹനം അനുവദിക്കുന്നു. ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ് തൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 1 പറയുന്നു, ശരീരത്തിൽ സഹിച്ചവൻ പാപത്തിൽ നിന്ന് വിടവാങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ സഹിക്കുമ്പോൾ നമ്മുടെ എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മൾ വിടവാങ്ങുകയാണ് ചെയ്യുന്നത്. അതുപോലെ പത്രോസ്ലീഹ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നു, അതുപോലെ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നു. രണ്ടാമത്, മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിനു വേണ്ടിയും നമുക്ക് സഹനങ്ങൾ അനുവദിക്കും. പ്രത്യേകിച്ചും നമ്മൾ ഒരു വ്യക്തി സഹനത്തിലായിരിക്കുമ്പോൾ, രോഗിയായിരിക്കുമ്പോൾ അവരെ ശുശ്രൂഷിക്കുന്ന വ്യക്തികൾ, അവർക്കതിലൂടെ വിശുദ്ധീകരണവും പുണ്യവും ലഭിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സഹനങ്ങളെ ഈശോയുടെ വലിയ സഹനത്തിൻ്റെ യോഗ്യതകളോടുകൂടി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഏതു വ്യക്തിയെയും നമുക്ക് മാനസാന്തരപ്പെടുത്താനായിട്ട് സാധിക്കും. അതാണ് വിശുദ്ധരുടെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട്, ശുദ്ധീകരണാത്മാക്കളുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സഭ എന്ന് പറയുന്നത് ഭൂമിയിലുള്ളത് സമരസഭയാണ്. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്ത് ഉള്ളത് സഹനസഭയാണ്. അവിടെ സഹിക്കുകയാണ് തങ്ങളുടെ വിശുദ്ധീകരണത്തിനു വേണ്ടി. അവരെ സഹായിക്കുവാനായിട്ട് ഭൂമിയിലുള്ള നമുക്ക് സാധിക്കും. നമ്മുടെ ചെറിയ ചെറിയ സഹനങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, അതുപോലെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ, വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെയൊക്കെ വിശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം നമ്മളുടെ സ്വയം വിശുദ്ധീകരണത്തിന്, മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിന്, മൂന്നാമതായിട്ട് ശുദ്ധീകരണാത്മാക്കളുടെ വിശുദ്ധീകരണത്തിനു വേണ്ടിയും സഹനങ്ങൾ അനുവദിക്കും. ഇനി സഹനത്തെക്കുറിച്ച് നമ്മൾ എത്ര ധ്യാനിച്ചാലും എന്തെല്ലാം കേട്ടാലും നമ്മുടെ ജീവിതത്തിൽ സഹനമുണ്ടാകുമ്പോൾ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാകില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെ സഹനം ആസ്വാദ്യകരമാക്കാം എന്ന് അല്പസമയം കൊണ്ട് ചിന്തിക്കാം. അതിനുള്ള ഒന്നാമത്തെ ഡോസാണ്, വിളിച്ചവൻ്റെ അറിവ് കൂടാതെ വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. അപ്പം വിളിച്ചവനറിയാതെ അല്ല നമ്മുടെ ജീവിതത്തിൽ സഹനമുണ്ടാകുന്നത്, രോഗമുണ്ടാകുന്നത്. അവൻ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ രോഗമുണ്ടാകുന്നത്, സഹനമുണ്ടാകുന്നതെങ്കിൽ നമ്മൾ എന്തിന് ഉത്കണ്ഠപ്പെടണം? ജെറമ്യാ 29:11 നമുക്കെല്ലാം അറിയാം. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നമ്മുടെ സഹനത്തിന് മുമ്പിൽ ദൈവത്തിന് ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പദ്ധതി ഉണ്ടാവും. ഒന്ന് നമ്മളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാകാം. അതുമല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സഹനങ്ങളെ ദൈവം പ്രയോജനപ്പെടുത്തും. മത്തായി 16:23 ഈശോ പറയുന്നു, സാത്താനെ, നീ എൻ്റെ മുമ്പിൽ നിന്ന് ദൂരെ പോകൂ, നീ എനിക്ക് പ്രതിബദ്ധമാണ്, നിന്റെ ചിന്തകൾ ദൈവീകമല്ല. അതെ, അവിടെ സാത്താനെ എന്ന് വിളിച്ചത് പത്രോസ്ലീഹായെ ആണെങ്കിലും അതിലൂടെ ഈശോ പറയുന്നത് സഹനം വേണ്ട എന്ന് പത്രോസ്ലീഹ ഈശോയോട് പറഞ്ഞു. ഈശോ സഹിക്കരുത്, അരുത് എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് നിന്റെ ചിന്തകൾ ദൈവീകമല്ല, സാത്താനെ എന്ന് വിളിച്ചത്. അപ്പോൾ
സഹനം വേണ്ട എന്ന് പറയുന്നത് സാത്താനാണ്. അവൻ സഹനമുള്ളിടത്ത് നിൽക്കുകയില്ല. മാത്രമല്ല, അവന് പീഡിപ്പിക്കുന്നതിലാണ് താല്പര്യം, സഹിക്കുന്നതിൽ താല്പര്യമില്ല. ലൂക്കായുടെ സുവിശേഷം 21:17 ഇങ്ങനെ പറയുന്നു, എൻ്റെ നാമം നിമിത്തം സകലരും നിങ്ങളെ ദുഷിക്കും, എന്നാൽ നിങ്ങളുടെ ഒരു തലമുടി ഇഴ പോലും നശിച്ചു പോവുകയില്ല. അതെ, വിളിച്ചവൻ വിശ്വസ്തനാകയാൽ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നശിച്ചു പോകാൻ ഒരിക്കലും അവിടുന്ന് നമ്മളെ അനുവദിക്കുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 11:4 ഈശോയോട് ലാസർ രോഗബാധിതനാണ്, മരണാസന്നനാണ്, അതുകൊണ്ട് വേഗം വരണം, ലാസറിനെ സുഖപ്പെടുത്തണമെന്ന് വിവരം അറിയിക്കുന്നത്. അത് കേട്ടപ്പോൾ ഈശോ പറയുകയാണ്, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും മനുഷ്യപുത്രൻ മഹത്വപ്പെടുത്തേണ്ടതിനും വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈശോയ്ക്കറിയാം ലാസറിന് രോഗമാണ്, ലാസർ മരിക്കാൻ പോവുകയാണ്. പക്ഷേ ഈശോ എന്നിട്ടും പോയില്ല. കാരണം ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ആ സഹനത്തെ മാറ്റുകയാണ്. ഈശോ ചെന്നപ്പോഴത്തേക്കും മരിച്ച് 4 ദിവസങ്ങൾ കഴിഞ്ഞു, കല്ലറയിൽ അടക്കപ്പെട്ടിട്ട് 4 ദിവസം കഴിഞ്ഞു. എങ്കിലും ഈശോ ലാസറിനെ അവിടെ നിന്ന് ഉയർപ്പിച്ചു. അതെ, മരിച്ചവനെ പോലും ഉയർപ്പിക്കുന്നവൻ്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. പിന്നെ നാം എന്തിന് ആകുലപ്പെടുന്നു, വിഷമിക്കുന്നു? യോഹന്നാൻ 18:11 ഈശോ പറയുന്നു, എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? ഈശോ ഗെത്സമേനിയിൽ വെച്ച് പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. ഉടനെ തിരുത്തി പ്രാർത്ഥിച്ചു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. എന്നിട്ട് പാനപാത്രം ഒഴിഞ്ഞു പോയോ? ഈശോ പ്രാർത്ഥിച്ചിട്ട് പോലും പാനപാത്രം ഒഴിഞ്ഞു പോയില്ല. പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. എന്തായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം? പുത്രൻ പീഡകൾ സഹിക്കണം, കുരിശിൽ മരിക്കണം, അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം. അതായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഈശോയുടെ ഈ മനോഭാവം നമുക്കും സ്വീകരിക്കാം. പിതാവിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. രണ്ടാമത്തെ ഡോസ്, ഞാൻ ഒറ്റയ്ക്കല്ല, ക്രിസ്തുവിനോട് കൂടെ സഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവർത്തനം 9:4 ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന സാവൂള് യേശുവിൻ്റെ ഒരു ദർശനമുണ്ടായി, അവൻ നിലത്തു വീണു. എന്നിട്ട് ഈശോ സാവൂളിനോട് പറഞ്ഞു, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? സാവൂൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം അവൻ ഒരിക്കലും യേശുവിനെ പീഡിപ്പിച്ചിട്ടില്ല, മാത്രമല്ല യേശുവിനെ കണ്ടിട്ട് പോലുമില്ല. ക്രിസ്ത്യാനികളെയാണ് അവൻ പീഡിപ്പിച്ചത്. പക്ഷേ ഈശോ പറയുന്നു, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അതിൻ്റെ അർത്ഥം ഓരോ ക്രിസ്ത്യാനിയും സഹിക്കുമ്പോൾ യേശുവിനോട് കൂടെയാണ് സഹിക്കുന്നത്. ഈശോയെ കുരിശ് താങ്ങി സഹായിച്ച ശിമയോൻ ഭാഗ്യവാൻ എന്ന് നമ്മൾ കുരിശിൻ്റെ വഴിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. ആ ശിമയോനെ പോലെയുള്ള ഭാഗ്യം നമുക്ക് തരാൻ വേണ്ടി ഈശോ നമ്മൾ ഉറ്റുനോക്കുകയാണ്. ആരെങ്കിലും ഈ കുരിശൊന്ന് താങ്ങി എന്നെ സഹായിക്കുവാൻ ഇന്ന് സന്നദ്ധനായിട്ടുണ്ടോ എന്ന്. മത്തായിയുടെ സുവിശേഷം 11:28 ഈശോ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്തെന്നാൽ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ നുകം വഹിക്കുകയും കുരിശെടുക്കുകയും ചെയ്യുവിൻ. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കുരിശാണ്. ആ കുരിശെടുക്കുമ്പോഴാണ് നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കാം എന്ന് ഈശോ പറഞ്ഞിരിക്കുന്നത്. 1 കൊറിന്തോസ് 10:13 പറയുന്നു, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്കുണ്ടായിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ ആവശ്യമായ ശക്തി കൂടി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അത് ഈശോയുടെ വാഗ്ദാനമാണ്. അവിടുന്ന് ഒരിക്കലും നമ്മുടെ ശക്തിക്ക് അതീതമായ സഹനങ്ങൾ അനുവദിക്കുകയില്ല. ഇനി സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് സഹിക്കാൻ ആവശ്യമായ ശക്തി കൂടി അവിടുന്ന് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ,
നമുക്ക് ഈ കുരിശ് താങ്ങാൻ കഴിയുന്നില്ല എന്ന് തോന്നുമ്പോൾ ഈശോ ആ കുരിശ് സ്വന്തം തോളിലേക്ക്, പൂർണ്ണമായും സ്വന്തം തോളിലേക്ക് എടുത്ത് നമ്മളെ സഹായിക്കും. അപ്പസ്തോല പ്രവർത്തനം 7:55 സ്തേഫാനോസിനെ കുറിച്ച് പറയുന്നു. സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതും കണ്ടു. അപ്പോൾ മുതൽ ആ സ്തേഫാനോസിന് തൻ്റെ മേൽ വീണ കല്ലുകൾ പുഷ്പം പോലെയാണ് അനുഭവപ്പെട്ടത്. എന്നാൽ യേശുവിനെ കണ്ണുകൾ കൊണ്ട് കണ്ടു. മാത്രമല്ല, യേശു എഴുന്നേറ്റ് നിന്ന് സ്തേഫാനോസിൻ്റെ രക്തസാക്ഷിത്വത്തെ ബഹുമാനിക്കുന്നു. അതുപോലെ നമ്മൾ ഓരോ വ്യക്തിയും സഹിക്കുമ്പോൾ അത് ഈശോയോട് കൂടെയാണ് സഹിക്കുന്നത്. 2 കൊരിന്തോസ് 1:5 ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുകാരാകുന്നവർ ക്രിസ്തുവിൻ്റെ സമാശ്വാസത്തിലും പങ്കുകാരാകും. അപ്പോസ്തലന്മാരെല്ലാം വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവരെ ചമ്മട്ടി കൊണ്ട് അടിച്ച് കാരാഗൃഹത്തിലൊക്കെ ഇട്ടപ്പോൾ അവർ പറഞ്ഞത്, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല ക്രിസ്തുവിനോടുകൂടെ സഹിക്കാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അവർ അത് ഭാഗ്യമായിട്ടാണ് കണ്ടത്. ഇനി 3-ാമത്തെ പിൽസ് എന്ന് പറയുന്നത്, വെളിയുടെ മാഹാത്മ്യമനുസരിച്ച് വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ കുരിശിൻ്റെ വലിപ്പം കൂടും. അതെ, നമ്മൾ ഏത് സ്ഥാനത്തേക്കാണോ വിളിക്കപ്പെട്ടിരിക്കുന്നത്, വിശുദ്ധനാകാനാണോ വിളിക്കപ്പെട്ടിരിക്കുന്നത്, അതനുസരിച്ച് സഹനം കൂടും. ദൈവമാതാവാകാനായിട്ട് വിളിക്കപ്പെട്ട പരിശുദ്ധ മറിയത്തിൻ്റെ സഹനം ഈ മംഗളവാർത്ത അറിഞ്ഞപ്പോൾ മുതൽ, അല്ലെങ്കിൽ ഇളയമയായ എലിശ പുണ്യവതി കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറഞ്ഞപ്പോൾ മുതൽ മറിയത്തിൻ്റെ ജീവിതം സഹനപൂർണമായി. ഭർത്താവില്ലാതെ വിവാഹിതയല്ലാത്ത ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ വ്യഭിചാരക്കുറ്റത്തിന് കല്ലെറിഞ്ഞു കൊല്ലണമെന്നതാണ് യഹൂദ നിയമം. അതെല്ലാം മറ്റുള്ളവരുടെ നിന്ദാപമാനങ്ങളെല്ലാം പേറിയാണ് പരിശുദ്ധ മറിയം. അവസാനം ആ പൊന്നോമന പുത്രനെ പ്രസവിക്കാനുള്ള സമയമായപ്പോൾ ഇതാ ബെത്ലഹേമിലേക്ക് പോകേണ്ടി വന്നു. അവിടെ ദൈവപുത്രന് ജനിക്കാൻ ഒരു കൊട്ടാരം വേണ്ട, സ്വന്തം ഭവനത്തെ ഒരുക്കിയിരുന്നു. അവിടെയും സാധിച്ചില്ല. ഇപ്പോൾ സത്രത്തിലും ഇടം കിട്ടിയില്ല. ഒരു കാലിത്തൊഴുത്തിൽ ദൈവകുമാരന് ജന്മം നൽകേണ്ടി വന്നപ്പോൾ ആ അമ്മ അനുഭവിച്ച സഹനം എത്രയായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ഇനിയെങ്കിലും സ്വന്തം വീട്ടിലേക്ക് പോകാം. അവിടെ കുഞ്ഞിനായി ഒരുക്കി വച്ചിരിക്കുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, എല്ലാം ഓർത്തിരിക്കുമ്പോഴാണ് ഇതാ ഹെറോദോസ് ശിശുവിനെ വധിക്കാനൊരുങ്ങുന്നു. വേഗം ഈജിപ്തിലേക്ക് നാട് വിട്ടോടുവാനായിട്ടുള്ള കൽപ്പന ലഭിച്ചത്. അതും ദുരിതപൂർണമായ ഒരു യാത്ര, വിദേശ രാജ്യത്ത് ഒരു പരദേശിയായി കഴിയേണ്ടി വന്നപ്പോഴുള്ള സഹനങ്ങൾ. അവസാനം ഇതാ സ്വന്തം പൊന്നോമന പുത്രനെ കുരിശുമരണത്തിനായി കൊണ്ടുപോകുമ്പോൾ ഈ അമ്മ ആ കുരിശിൻ്റെ വഴിയിലുണ്ടായിരുന്നു. ആ മകനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും ഒന്ന് കരഞ്ഞു കാണിക്കാതെ, തൻ്റെ വിഷമം കൊണ്ട് മകൻ്റെ ദുഃഖം വർദ്ധിപ്പിക്കാതിരിക്കാതെ ആ അമ്മ ഈ കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു. അവസാനം ഇതാ ഈ അമ്മയുടെ കൺമുമ്പിൽ വെച്ചാണ് ആ മകനെ നഗ്നനാക്കി 3 ആണികളാൽ കുരിശിൽ തറച്ച് കുന്തം കൊണ്ട് ഹൃദയം കുത്തി തുറന്ന് വധിക്കപ്പെട്ടത്. അപ്പോഴും അമ്മ എല്ലാം സഹിച്ചു നിന്നു. അവസാനം സ്വന്തം പൊന്നോമന പുത്രനെ ഇതാ ആ പൊന്നോമന പുത്രൻ്റെ മൃതശരീരവും മടിയിൽ കിടത്തിക്കൊണ്ട് ആ അമ്മ ഇരുന്നപ്പോൾ ശിമയോൻ ദീർഘദർശി പ്രവചിച്ചതുപോലെ 1 അല്ല 1000 വാളുകൾ ആ അമ്മയുടെ ഹൃദയത്തിലൂടെ തുളച്ചു കയറിയില്ലേ. ഈ സഹനമെല്ലാം ദൈവമാതാവെന്ന അത്യുന്നത സ്ഥാനത്തിലേക്ക് മറിയം വിളിക്കപ്പെട്ടതുകൊണ്ട് ദൈവം അനുവദിച്ചതാണ്. ഹെബ്രായർ 12:6 പറയുന്നു, താൻ സ്നേഹിക്കുന്നവർക്ക് ദൈവം ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിച്ചിരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ശിക്ഷണം നൽകുന്നത്, പരിശീലനം നൽകുന്നത്. മക്കളായിട്ട് സ്വീകരിച്ചതാണ് എങ്കിൽ, വലിയ സ്ഥാനത്തേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ അവിടുന്ന് നമ്മളെ അടിയും തരുമെന്ന് പറയുന്ന, പ്രഹരിക്കുകയും ചെയ്യും. എല്ലാ മക്കൾക്കും ലഭിക്കുന്ന ശിക്ഷണം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ജാരസന്താനങ്ങളാണ് എന്നാണോ? ഒരിക്കലുമല്ല, നമ്മൾ ദൈവമക്കളാണ്. അതുകൊണ്ട് ഈശോ അനുവദിക്കുന്ന സഹനങ്ങളെ നമുക്ക് സ്വീകരിക്കാം. SSLC പരീക്ഷയ്ക്ക് തയ്യാറാകുന്നത് പോലെയാണോ IAS IPS പരീക്ഷകൾക്ക് ഒരുങ്ങേണ്ടത്?
അതുപോലെ വലിയ സ്ഥാനത്തേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും അത്രമാത്രം അധികമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് 1-ാം ലേഖനം 1-ാം അധ്യായം 6 വചനത്തിലൂടെ പറയുന്നു, അല്പകാലത്തേക്ക് പരീക്ഷകൾ മൂലം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും നിങ്ങളുടെ പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് നിങ്ങളുടെ യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങൾക്ക് സ്തുതിക്കും മഹത്വത്തിനും കാരണമായി തീരും. അതിനുവേണ്ടിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ അനുവദിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 12:7 പറയുന്നു, വെളിപാടുകളുടെ ആധിക്യം മൂലം ഞാൻ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് എനിക്ക് എൻ്റെ ശരീരത്തിൽ ഒരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:4 പറയുന്നു, എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. അങ്ങനെ കഷ്ടതകളിലൂടെയാണ് നമുക്ക് സഹനശീലമുണ്ടാകുന്നത്. സഹനശീലത്തിലൂടെയാണ് നമുക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നത്. ആത്മധൈര്യം നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പോലീസ് ട്രെയിനിങ് ഉണ്ട്. ആ പോലീസ് ട്രെയിനിങ്ങിൽ വെച്ച് പലപ്പോഴും കൂടെയുള്ളവരെല്ലാം ജോലി വിട്ട് റെസിഗ്നേഷൻ ലെറ്ററൊക്കെ എഴുതിയവരും അവരൊക്കെ പിന്നെ പിടിച്ചു മേടിക്കുക ചെയ്തത്. അങ്ങനെ മാത്രം കഷ്ടപ്പെട്ട ട്രെയിനിങ്. 4-മത്തെ, വിളിച്ചവൻ നിങ്ങളെ മഹത്വപ്പെടുത്തും എന്നുള്ളതാണ്. അതാ ഈശോ വാഗ്ദാനം ചെയ്തു. മർക്കോസ് 10:29 പറഞ്ഞു, എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ മാതാപിതാക്കളെയോ മക്കളെയോ വയലുകളെയോ ഭവനങ്ങളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കില്ല, അവയോടൊപ്പം പീഡനങ്ങളും. അപ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനമാണ്. കർത്താവിനോടുകൂടെ നമ്മൾ കർത്താവിനെ പ്രതി എന്ത് ഉപേക്ഷിച്ചാലും കർത്താവ് അത് 100 ഇരട്ടിയായി തിരിച്ചു തരുമെന്നുള്ളത്. ലൂക്കാ 16:25 അബ്രാഹത്തിൻ്റെ മടിയിലായിരുന്ന ലാസറിനെ അയച്ച് ശുദ്ധീകരണ സ്ഥലത്തായിരുന്ന ധനവാൻ എൻ്റെ നാവ് തണുപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അബ്രഹാം പറഞ്ഞ മറുപടിയാണ് ലൂക്കാ 16:25, മകനെ ഓർമ്മിക്കുക, നീ ഭൂമിയിലായിരുന്നപ്പോൾ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചു, ലാസറിനോ കഷ്ടതകളും. അതുകൊണ്ട് ഇവിടെ നീ ദുരിതമനുഭവിക്കുക എന്നതും ലാസർ സുഖമനുഭവിക്കുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ്. 1 പത്രോസ് 2:21 പത്രോസ്ലീഹ പറയുന്നു, ക്രിസ്തു നിങ്ങൾക്ക് സഹിക്കുന്നതിന് അവിടുത്തെ അനുകരിക്കുന്നതിനുമായി ഒരു മാതൃക അവിടുന്ന് നൽകിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സഹനം അവിടുന്ന് നമുക്ക് നൽകിയ ഒരു മാതൃകയാണ്. ദൈവം എത്രമാത്രം മനുഷ്യരോട് പ്രവാചകന്മാരിലൂടെ പറഞ്ഞിട്ടും മനുഷ്യർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അതുകൊണ്ട് ക്രിസ്തു തന്നെ മനുഷ്യാവതാരം ചെയ്തു വന്ന് നമുക്ക് സഹനത്തിൻ്റെ വില പറഞ്ഞു തന്നു. തൻ്റെ ജീവിതത്തിലൂടെ സഹനത്തിലൂടെ അവിടുന്ന് അതെങ്ങനെ രക്ഷാകരമാക്കി കാട്ടാമെന്ന് നമുക്ക് മാതൃകയായിട്ട് നൽകുകയും ചെയ്തു. സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ സഹനമല്ലാതെ മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ മറ്റൊരു മാർഗമുണ്ടായിരുന്നുവെങ്കിൽ സർവജ്ഞാനിയായ ദൈവത്തിന് ആ മാർഗം അറിയാമായിരുന്നു. അവിടുന്ന് തീർച്ചയായും ആ മാർഗം തിരഞ്ഞെടുക്കുമായിരുന്നു. അല്ലാതെ സ്വന്തം പൊന്നോമിന പുത്രനെ പീഡാസഹനത്തിനും കുരിശുമരണത്തിനും വിട്ടുകൊടുക്കുകയില്ലായിരുന്നു. അതെ, മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ സഹനമല്ലാതെ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ടാണ് ദൈവം നമുക്കായിട്ട് അനുവദിക്കുന്നത്. പിതാവിൻ്റെ സഹനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. പുത്രൻ പാടുപീടുകൾ അനുഭവിച്ചപ്പോൾ അവിടുന്ന് ഇതെല്ലാം കണ്ട് സ്വയം നിയന്ത്രിച്ച് പിടിച്ചു നിൽക്കുകയായിരുന്നു. അല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ മനുഷ്യരക്ഷ സാധ്യതമാകുമായിരുന്നു? റോമാ 8:11 അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവം നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും പൊതുജീവൻ നൽകും. അതെ, നമ്മുടെ ആത്മാവ് മാത്രമല്ല, നമ്മുടെ ശരീരവും ഉയർത്തെഴുന്നേൽക്കാനുള്ളതാണ്. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അനുവദിക്കുന്ന സഹനങ്ങളെ യേശുവിൻ്റെ മനോഭാവത്തോടെ, ഇതെൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രമാണ്, ഞാനിത് കുടിക്കേണ്ടതല്ലയോ എന്ന മനോഭാവത്തോടെ നമുക്ക് പിതാവിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാം. സഹനത്തെ രക്ഷാകരമാക്കി മാറ്റാം. ദൈവത്തിന് സ്തുതി, നന്ദി.